നമസ്കാരം. കേരളം ഒട്ടുക്ക് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് നമ്മുടെ വടകര എം പി ഷാഫി പറമ്പിലിന് അടി കിട്ടി. അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലം പൊളിഞ്ഞു. പിന്നീട് അദ്ദേഹം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട് ചികിത്സ തേടി. തുടങ്ങിയ ഒരുപാട് വിവാദങ്ങൾ. അത് സംസ്ഥാന സർക്കാർ അല്ലെന്നുണ്ടെങ്കിൽ CPM-ന്റെ ഒരു പോലീസ് നടത്തിയ ഏറ്റവും വലിയൊരു നരനായാട്ട് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് അതിനെ കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സ തേടുകയും ആ ചികിത്സ തേടി അദ്ദേഹത്തെ കാണാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സഹോദര തുല്യനായ MLA അവിടെ എത്തുകയും ചെയ്തു. ആ MLA അനുഗമിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മുൻ DCC അധ്യക്ഷനടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുഗമിച്ചുകൊണ്ട് അവിടേക്ക് എത്തുകയും ചെയ്തതായിട്ടുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരുന്നു. എന്നാൽ നമ്മൾ അവിടെ നടന്നത് പേരാമ്പ്ര ടൗണിൽ വെച്ച് വലിയ നാടകീയമായ അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായ കലാപാന്തരീക്ഷം എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് അവിടെ നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷത്ത് നിന്നും വരുന്ന ഇടതുപക്ഷ പ്രവർത്തകർ, മറുവശത്ത് നിന്നും UDF-ന്റെ പ്രവർത്തകർ, അതിനിടയിൽ ഒരു പോലീസ് സംഘം, ഇതിൻ്റെ ഇടയിൽ ഷാഫി പറമ്പിലിന്റെ ഇടപെടൽ, അതിനെ പോലീസിനെ വലിയ ഭാഷയിൽ, മോശപ്പെട്ട ഭാഷയിൽ വെല്ലുവിളിക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർ, അങ്ങനെ തുടങ്ങി നിരവധിയായ എന്താ പറയുക പ്രകോപനപരമായ നടപടിക്രമങ്ങളുമായി UDF അവിടെ നിൽക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. അതിനിടയിൽ തീരെ അവരെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് വീഴുന്നു. ഇപ്പോൾ പോലീസ് അടിക്കുന്നു. ആ അടി കൊണ്ടത് ഷാഫി പറമ്പിലിന് അടി കൊണ്ടില്ല എന്ന് പറയുന്നില്ല, ഷാഫി പറമ്പിലിന് അടി കൊണ്ടു. പക്ഷേ മൂക്ക് പൊട്ടിയത് അടി കൊണ്ടിട്ടല്ല എന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിലിന്റെ വലത് തോളിനാണ് അടി കൊള്ളുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പലവരും കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ തോളെല്ലിനാണ് അടി കിട്ടിയിരിക്കുന്നത്, അല്ലെ തോളിനാണ് അടി കിട്ടിയിരിക്കുന്നത്. എല്ല് പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പിന്നീട് വരുന്ന കാര്യം. അപ്പോൾ അങ്ങനെ അടി വാങ്ങിയിട്ട് ഷാഫി പറമ്പിൽ പിന്നീട് അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നു. പോലീസ് പറയുന്നുണ്ട് ഞങ്ങളുടെ അടിയിൽ നിന്നല്ല മൂക്കിന് ബ്ലഡ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം മൂക്കിലോ തലയ്ക്കോ അല്ല അടിച്ചത്, തോളിൽ മാത്രമാണ് എന്ന് പോലീസിന് വളരെ കൃത്യമായി അറിയാം. എന്നാൽ കോൺഗ്രസ് പറയുന്ന കാര്യം ഇവിടെ നിന്ന് ഞങ്ങൾ അതായത് ഈ പോലീസുകാർ ഉടൻ തന്നെ അവിടെ CPM-ഉമായിട്ട് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്, DYSP അടക്കമുള്ള ആൾക്കാർ, അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ ഉന്നമിട്ട് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനമായ വാർത്താ സംഗതികൾ. ഇനിയും നമുക്ക് ഇതിൻ്റെ ഒരു പിന്നാമ്പുറ കഥയുണ്ട്. അതായത് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പ്രമോദ് എന്ന് പറയുന്ന അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ UDF പ്രവർത്തകർ ഓഫീസിൽ കയറി ആക്രമിക്കുന്നു. എന്തിനായിരുന്നു അത് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു കോൺഗ്രസ്, അതായത് ആ പഞ്ചായത്തിലെ ഒരു വാർഡിൽ താമസിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകന് അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവിക്ക് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീട് അനുവദിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ വീട് അനുവദിച്ച് കിട്ടിയതിന് ശേഷം അതിന്റെ ഉദ്ഘാടനത്തിനായി MP എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ ആ വീട് താക്കോൽ ദാനം എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു പാലുകാച്ചൽ ചടങ്ങിലേക്കായി ഷാഫി പറമ്പിൽ എത്തുന്നു, മുഖ്യ അതിഥിയാകുന്നു, അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അപ്പോൾ അന്ന് ഷാഫി പിന്നീട് പറഞ്ഞ ഒരു കാര്യം, അങ്ങനെയല്ല, ഇത് ഞങ്ങൾ KPCC അല്ലെങ്കിൽ കോൺഗ്രസ് വെച്ചുകൊടുത്ത വീടാണ് ഇത് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നു. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഷാഫി പറമ്പിലിന് അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യം, വസ്തുതാവിരുദ്ധമായ ഇത്തരം കാര്യങ്ങൾ പറയേണ്ട ഒരു ആവശ്യം ഷാഫി പറമ്പിലിന് ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന വലിയൊരു വിവാദ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ നീളുന്നത്. KPCC-യെ സംബന്ധിച്ചിടത്തോളം വീട് വെച്ചു കൊടുക്കാനുള്ള അവർ മറിയക്കുട്ടിച്ചേട്ടത്തേക്ക് വെച്ചു കൊടുക്കും, അല്ലാതെ ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന് വീട് വെച്ചു കൊടുക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ NM വിജയന്റെ മരുമകൾക്ക് കേസും മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചും KPCC നൽകിയ വാഗ്ദാനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അവകാശമായി അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സെറ്റിൽമെന്റ് നടത്തി ആ രേഖകൾ പോലും, അതായത് ആ കരാർ പോലും തിരിച്ചു മേടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അവർക്ക് പുറത്തെല്ലാവരോടും ഈ കാര്യങ്ങൾ തുറന്ന് പറയാൻ അവർക്ക് ആ പറയുന്ന NM വിജയന്റെ മരുമോൾ പുറത്തേക്ക് എത്തുന്നത് തന്നെ. പിന്നീടാണ് അവരുടെ സെറ്റിൽമെന്റിലേക്ക് പോകാം എന്നൊക്കെ പിന്നീട് തീരുമാനം ഉണ്ടാകുകയും പണം നൽകുകയും ഒക്കെ ചെയ്തു. അതവിടെ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് അറിയുമ്പോഴും എന്ത് ബലത്തിലാണ് KPCC വെച്ചു കൊടുത്തു ആ വീട് എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞത്. എന്നാൽ തുടർന്നിങ്ങോട്ട് ഈ പ്രമോദ് എന്ന് പറയുന്ന ആള് തന്നെ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നേരെ വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു ഷാഫി പറമ്പിൽ ഉയർത്തിയിരിക്കുന്ന ആ വാദം തെറ്റാണ്, ഇത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം അദ്ദേഹത്തിന് അനുവദിച്ച് നൽകിയ വീടാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച വീട് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം അവിടെ കേന്ദ്ര സർക്കാർ പറയുന്ന പോലെ നരേന്ദ്രമോദിയുടെ ചിത്രമൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയില്ല. കാര്യം അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ടല്ലോ.
അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള വെളിപ്പെടുന്ന തരത്തിൽ അവരുടേതായ ഒരു ആത്മാഭിമാനം അതിനെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയന്റെയോ അതല്ലെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ എംബ്ലോ ഒന്നും പതിക്കാത്തത്. അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴേക്ക് ഇതിൽ പ്രകോപിതരായ UDF അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇദ്ദേഹത്തെ പഞ്ചായത്ത് ഓഫീസിൽ കയറി അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറി ആക്രമിക്കുന്നു. ഒരു LDFന്റെ പ്രതിനിധിയായ LDFന്റെ പ്രസിഡന്റിനെ കയറി ആക്രമിച്ചാൽ LDFകാർ അടങ്ങിയിരിക്കില്ല. അത് സ്വാഭാവികമായ നടപടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തരത്തിൽ ഒരു വലിയ പ്രക്ഷോഭവുമായി LDF മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ഈ സ്വർണം കള്ളക്കടത്ത് നടത്തി അല്ലെങ്കിൽ സ്വർണം വെട്ടിച്ചു അത് സർക്കാരാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ്സുകാർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തന്നെയുമല്ല, ഇനി അതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നുള്ള അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ രണ്ട് സമരങ്ങളും, അതായത് LDFന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രക്ഷോഭവും UDFന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു പ്രക്ഷോഭവും കൂടി രണ്ടും അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പോലീസ് ഇടപെടുകയും പോലീസിന്റെ സംവിധാനം അവിടെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു ഇത് നിർത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ LDFകാർ കാര്യം തീരുമാനിച്ചു. കാര്യം ഷാഫി പറമ്പിൽ ഇപ്പൊ വരും. ആ ഷാഫി പറമ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഷാഫിക്ക് ഷൈൻ ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരു ആത്മസംയമനം പാലിക്കണമെന്ന് LDF നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാർ സഹാക്കന്മാരെ ഉപദേശിക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി ഇനി അങ്ങനെ ഒരു നീക്കത്തിന് ഞങ്ങളില്ല എന്നുള്ള നിലയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു അക്രമ സംഭവത്തിനായിട്ട് മുന്നോട്ട് പോവുകയില്ലെന്നും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിന് അവിടെ ആള് കളിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കില്ല എന്നും LDFകാർ അങ്ങ് തീരുമാനിച്ചു. എന്നാൽ അതേസമയം അവിടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആ കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ SKG പേരാമ്പ്രയിലുള്ള SKG കോളേജിൽ LDF അതായത് SFIക്കാർ വിജയിച്ചു. അവിടെ SFIക്ക് 9 സീറ്റിൽ 1 സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത്. ബാക്കി 8 സീറ്റിലും SFIക്കാർ വിജയിക്കുകയും ചെയ്തു. ഇതിന്റെ ചുരുക്കിലാണ് അക്രമം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തെറ്റാണ്, വസ്തുതാ വിരുദ്ധമാണ് അങ്ങനെ ഒരു ആരോപണം. അപ്പം ഇവിടെ അതിൽ തോറ്റതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ സൂക്കേട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇറങ്ങിയത്. അവിടെ MSFും KSUം കൂടെ ചേർന്നുകൊണ്ടാണ് അവിടെ മത്സരിച്ചത്. അപ്പൊ അതിന്റെ സൂക്കേട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രകടനവുമായി ഇറങ്ങുന്നതും അതിൽ ഷാഫി പറമ്പിൽ വന്നു പെടുകയും അത് വലിയ ചീത്തവിളിയിലും പോലീസിന് നേരെയുള്ള അക്രമത്തിലേക്കും, അവിടെ ഒരു കണ്ണിന് പരിക്കേറ്റ ഒരു പോലീസുകാരൻ വരെ ഉണ്ട് കല്ലേറില്. അപ്പോൾ ആ രീതിയിലൊക്കെ അക്രമം വന്നപ്പോൾ പോലീസുകാരല്ലേ അവരുടെ മുഖത്ത് തുപ്പുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായി. അപ്പോൾ ആ സാഹചര്യം ഉണ്ടായപ്പോഴാണ് പോലീസുകാർ പ്രതികരിക്കുന്നത്. ഗ്രനേഡ് പൊട്ടിച്ചെറിഞ്ഞു, കണ്ണീർ വാതകം ഉപയോഗിച്ചു, തിരിച്ച് ലാത്തി കൊണ്ട് അടിച്ചു. അല്ല, ക്രൂരമർദ്ദനം എന്നൊക്കെ പറയുന്നത് വെറുതെയാ. അടിച്ചു, ഷാഫി പറമ്പിലിന് അടി കൊണ്ടു. ഷാഫി പറമ്പിലിന്റെ മൂക്ക് പൊട്ടി എന്നാണ് പറയുന്നത്. പക്ഷെ മൂക്ക് പൊട്ടാൻ വേണ്ടിയുള്ള അടി നടന്നിട്ടില്ല. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ ഷാഫി പറമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ ഷാഫി പറമ്പിലിന് ഒരു ആവശ്യമുണ്ട്. അതായത് VD സതീശനെ ഒതുക്കി, VD സതീശൻ ഒതുങ്ങി കഴിയുമ്പോൾ ഇനി തന്റെ കയ്യിലാണ് കോൺഗ്രസ് പാർട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. തന്റെ കയ്യിൽ തന്നെയാണ് ഇനി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ബലമുള്ളത്. എൻ്റെ കൂടെയാണ് നേതാക്കന്മാരുള്ളത്. ഇനി എനിക്ക് തന്നെയല്ല, നമുക്കറിയാമല്ലോ അവിടുത്തെ കോഴിക്കോട് DCC അധ്യക്ഷൻ വരെ അതോടൊപ്പം യൂത്ത് കോൺഗ്രസിലേക്ക് ഇനി അങ്ങോട്ട് കയറാൻ നിൽക്കുന്ന ആൾക്കാർ വരെ, KM അഭിജിത്ത് വരെ ഇത് ഷാഫി പറമ്പിലിന്റെ കൂടെയായി. പിന്നെ ഇനി ആരാണ് VD സതീശനൊപ്പം? അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഇനി ഷാഫിയെ വളർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ പ്രിഡേറ്റർ കേരളം കണ്ടതിൽ വെച്ച് എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും വലിയ സ്ത്രീപീഡക വേഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന 38 ദിവസം ഒളിവിൽ പോയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, അതോടൊപ്പം പാർലമെന്ററി അംഗം പോലുമല്ലാത്ത ഒരു MLA ചുമന്നുകൊണ്ട് നടക്കുന്ന ഷാഫി പറമ്പിൽ. അപ്പോൾ കേരളത്തിൽ മുഴുവനായി മനസ്സിലായി കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീപീഡകനാണ്, അതോടൊപ്പം ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ഒരാളാണ് എന്ന്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര എണ്ണയിട്ട് മിനുക്കി തുടച്ചാലും അത് അങ്ങനെ തന്നെ കിടക്കും, ആ പേര് അങ്ങനെ തന്നെ കിടക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ടും പിന്നിൽ നിന്ന് തള്ളിക്കൊണ്ടും ഒക്കെ ഈ ഷാഫി പറമ്പിലുണ്ട്. അതോടുകൂടി ഷാഫി പറമ്പിലിന്റെ വിലയൊന്ന് ഇടിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പിന്നെയല്ല, ഷാഫി പറമ്പിൽ അറിയാമല്ലോ, ഇതിനു മുമ്പും തനിക്ക് ഷോ കാണിക്കാൻ വലിയ വടകരയിൽ വെച്ചൊരു സംഭവം ഉണ്ടായതൊക്കെ അറിയാമല്ലോ. എന്നാ കാണിക്കട എന്നും പറഞ്ഞുകൊണ്ട് സമരക്കാരുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് നടക്കുന്ന ഷാഫി പറമ്പിലിനെ കണ്ടു. MP എന്നുള്ളൊരു ബലത്തിലാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അതോടൊപ്പം തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു തിരച്ചിലിനിടയിൽ പോലീസുകാരാണ് എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടിയത്. എന്നിട്ട് പോലീസുകാർക്ക് എന്തൊക്കെയോ വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഷാഫി പറമ്പിലിനെ നമുക്കിവിടെ കാണാം. എന്താ വെച്ചാൽ സ്ഥലജല വിഭ്രമം ബാധിച്ചു എന്ന് പറയുന്നതാവും ശരി. ആ നിലയിലേക്ക് ഷാഫി പറമ്പിൽ ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ തന്റെ കയ്യിലാണ് കോൺഗ്രസ് പാർട്ടി. അപ്പൊ അടി കൊണ്ടും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തല്ലുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ഇന്ന് മന്ത്രിസഭയിൽ ഇരിക്കുന്ന എത്രയോ മന്ത്രിമാർക്ക് തല്ലുകൊണ്ടിരിക്കുന്നു. പിന്നെ മുഹമ്മദ് റിയാസിനാട്ടെ, P രാജീവനാട്ടെ, എന്തിന് മുഖ്യമന്ത്രിക്കടക്കം എത്രയോ തവണ ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ലാത്തിച്ചാർജ് ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാകണം.
ഇതിനെതിരായി പ്രതികരിക്കും, കേരളം നിന്ന് കത്തും എന്നുവരെയൊക്കെയാണ്. അതായത് ഷാഫി പറമ്പിലിന്റെ ഒരു തുള്ളി ചോര മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട വി.ഡി. സതീശൻ പറയുന്നുണ്ട്. പാവം പുള്ളിയെ കൊണ്ടൊന്നും ഒരു കൂട്ടിയാൽ കൂടാത്ത അവസ്ഥ, കൂട്ടിയാൽ കൂടില്ല വി.ഡി. സതീശനെ കൊണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാൾ വരെ ഇതിനകത്ത് പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോ A.K. ആന്റണി എപ്പോൾ പറയും എന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ വടിയെടുത്തുകൊണ്ട് വരും എന്ന് A.K. ആന്റണി ഇനി എപ്പോൾ പറയുമെന്ന് എല്ലാവരും ആലോചിക്കുന്നത്. അപ്പൊ ഇത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷാഫി പറമ്പിലിന്റെ ഒരു ഷോ ആണ് കണ്ടത്. ആ ഷോയിലൂടെ കോൺഗ്രസ് ഈ CPM-കാർ ഇവിടെ എന്തോ വലിയ കള്ളത്തരം ഞങ്ങൾ എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്നുള്ളതിന്റെ പൂർണ്ണമായ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അതിന്റെ അവസാനം കാണും വരെ സമരം ചെയ്യും. എന്ത് മണ്ടത്തരമാണെന്ന് ഈ ഷാഫി പറമ്പിൽ വിളിച്ചു പോകുന്നത്, എന്ത് മണ്ടത്തരമാണ്. കോടതി നിർദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ കോടതിക്ക് മുമ്പിൽ ഏതൊരു ഏജൻസിയെ കൊണ്ടും അന്വേഷിപ്പിക്കാം എന്ന് സംസ്ഥാന സർക്കാർ കൊടുത്ത നിർദ്ദേശത്തിനനുസരിച്ച് ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണം എവിടെ പോയി എന്നുള്ള കണ്ടെത്താൻ അവർ അന്വേഷണത്തിന് ഇന്റർവ്യൂ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അത് പ്രകാരം സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ റിപ്പോർട്ടിനകത്ത് അതില്ല. ഹൈക്കോടതിയും അത് നിരീക്ഷിക്കുകയും ചെയ്തു. പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നാണ് വീഴ്ച ഉണ്ടായത് എന്ന് കൃത്യമായി വിജിലൻസ് റിപ്പോർട്ടുണ്ട്. ഇതൊന്നും ബോധിക്കാതെ, ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി കേരളത്തെ ഒരു പ്രക്ഷോഭത്തിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ തനിക്ക് വലുതാകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കുറേയധികം കോൺഗ്രസ്സുകാരെയും കുറെ ബോധമില്ലാത്ത കുറെ MSF-കാരെയും അവിടെ ലീഗിലെ കുറെ യൂത്തന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് കാണിക്കുന്ന വെറും ഷോ പീസ് മാത്രമാണ് ഷാഫി പറമ്പിൽ. അതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് കൊണ്ടെത്തിച്ച് നോക്കി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല. അപ്പൊ ഇങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചു കൊണ്ടുവരാൻ, കാര്യം ഞങ്ങളുടെ മുന്നണി പോരാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാത്ത കോൺഗ്രസ് പാർട്ടി ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രത്യേക ഒരു ഇമേജ് ഉണ്ടാക്കി തീർക്കാനുള്ള വെറും ഷാഫി ഷോ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പേരാമ്പ്രയിൽ കണ്ടത്. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളുമില്ല. അവിടെ ആവശ്യമില്ലാത്ത സമരമായിരുന്നു അവർ നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്നിട്ട് പറയുന്നത് SFI തോറ്റതിൽ SFIക്കുണ്ടായ മനോവേദന കാരണം ഉണ്ടായ അക്രമമാണ് എന്ന് വരെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ശ്രമവും ഇപ്പോൾ ഷാഫിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്ന് വെച്ചാൽ ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഷാഫിക്ക് ആളാകാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസിനെ ഉപകരണമാക്കുന്നു എന്നുള്ളതാണ് സത്യം.